ക്ലാസ് 2 ഫാമിലി. സോ ഇന്ന് നമുക്ക് മാത്സിന്റെ എക്സാം ആയിരുന്നു. ഇന്ന് നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് അല്ലേ. സോ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എൻ്റെ മക്കൾ എല്ലാവരും വേഗം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്ന് നടന്നിട്ടുള്ള നമ്മുടെ മാത്സ് എക്സാമും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആൻസറും കൂടിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു വീട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുറേ ഷേപ്സ് കാണാം അല്ലേ. ഇന്നലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ ഒക്കെ തന്നിട്ടുണ്ട്. അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് എഴുതണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരേ വരുന്ന ഷേപ്പിന് ഒരേ നിറങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ മിസ് വരയ്ക്കുക ചെയ്തിട്ടുള്ളത് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ ഉണ്ട് ആൻഡ് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. സോ എണ്ണി നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് എത്ര എണ്ണം കിട്ടും നമുക്ക്? 7 എണ്ണം ഉണ്ടായിരിക്കില്ലേ. 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. ഇനി ഇതേ ഈ ഒരു ഷേപ്പ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 എണ്ണം നമുക്ക് കിട്ടും. ഇനി സർക്കിൾ എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 11 12 13 13 എന്നൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ ഈ നമ്പർ ആണോ നിങ്ങൾ എഴുതിയിട്ടില്ലെന്നൊന്നും ആലോചിച്ച് നോക്കുക. ഈ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന് മാർക്ക് കിട്ടി. ഇനി ഡ്രോ എ പിക്ചർ ഇൻക്ലൂഡിങ് ദീസ് 3 ഷേപ്സ്. ഈ 3 ഷേപ്സ് ആകൃതികൾ ഉപയോഗിച്ച് നിങ്ങളോടൊരു പുതിയൊരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂ വരയ്ക്കാം, വീട് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി ബേർഡിനെ വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ബേർഡ് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കാം. മിസ് ഇവിടെ ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ആക്ടിവിറ്റി 2 ആണ്. ഇവിടെ കുറച്ച് നമ്പേഴ്സ്, ചെസ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. റൈറ്റ് ദ ഗിവൺ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്? 12, then 22, then 32, 41, 46, 50. ഇതേ മുകളിൽ നമ്പർ തന്നിട്ടുണ്ട്. ഏറ്റവും ചെറുത് 12 ആണ്. അത് കഴിഞ്ഞ് വരുന്ന 22 ആണ്. അത് കഴിഞ്ഞ് 32 ഉണ്ട്, then 41 ഉണ്ട്, 46 ഉണ്ട് ആൻഡ് 50 ഉണ്ട്. ഓക്കെ, ഇനി Mihal got 50 chocolates as prize. Write the numbers of chocolates in different forms. അല്ലേ, അതായത് ഈ 50 എന്ന് പറയുന്നതിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാം? 5 tens അല്ലെ, 5 പത്തുകൾ ചേർന്നാൽ 5 tens എന്ന് പറഞ്ഞാൽ 5 പത്തുകൾ. 5 പത്തുകൾ ചേർന്നാൽ എത്രയാണ്? 50 ആണ്. ദെൻ 20 tens and 3 tens അല്ലേ, 20 പത്തുകളും 30 പത്തുകളും ചേർന്നാൽ എത്രയാണ്? 20 + 30 എന്ന് പറയുന്നതും 50 തന്നെയാണ്. ദെൻ 40 tens and 10 ones അല്ലേ, 40 പത്തുകളും 10 ഒന്നുകളും ചേർന്നാൽ എത്രയാണ്? 50 ആണ്. 30 tens and 20 ones അല്ലേ, 30 പത്തുകളും 20 ഒന്നുകളും ചേർന്ന് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 50 തന്നെയാണ് കിട്ടുന്നത്. സോ ഇത് നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആക്ടിവിറ്റി 3 പോവാം. പാറ്റേൺ ഇന്നലത്തെ ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. സോ ഇവിടെ നോക്കിക്കേ, എല്ലാത്തിനും സെൻറ്ററിൽ സർക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കാം. ഇനി അടുത്തത് ഈ ഒരു ഷേപ്പ് നോക്കാം. ഇത് ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ അവൻ ഇങ്ങോട്ട് ചാടി, പിന്നെ താഴോട്ട് ചാടി, ഇനി അവൻ എങ്ങോട്ടാ ചാടിയത്? ഈ സൈഡിലോട്ട്. അപ്പോൾ മിസ് ഇവിടെ വരച്ചു. ഇനി അടുത്ത നോക്കിക്കേ, ഈ ഷേപ്പ് ആണെങ്കിൽ ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ അവൻ ഇങ്ങോട്ട് ചാടി, പിന്നെ ഇവിടെ നിന്ന് തലയിലോട്ട് ചാടി, ഇനി സൈഡിലോട്ട് ചാടും. അപ്പോൾ ഇവിടെ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണോ വരച്ചതെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ വരച്ചാലാണ് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടുക. ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ ഒരു സർക്കിൾ, ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ഇവിടെ 1 2 വൃത്തമുണ്ട്, 1 2 3 വൃത്തമുണ്ട്. അപ്പോൾ അടുത്ത എത്ര? 1 2 3 4 സർക്കിൾ വരയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ സെയിം ആയിട്ട് വരയ്ക്കാം. അപ്പം 4 സർക്കിളും ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ പാറ്റേൺ കംപ്ലീറ്റ് ആവും. ഇനി ഇവിടെ നമ്പർ പാറ്റേൺ ആണ്. 10 20 30 അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇതിൻ്റെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ 10 കൂടി വരികയാണ് അല്ലേ. 10ൻ്റെ കൂടെ 10 കൂട്ടിയാൽ എത്ര കിട്ടും? 10 കൂട്ടിയാൽ 20 കിട്ടും. 20ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 30 കിട്ടും. 30ൻ്റെ കൂടെ 10 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 40 എന്ന് കിട്ടും അല്ലേ. 30 + 10. 0ത്തിന് കൂടെ 0 കൂട്ടിയാൽ 0 ആണ്. 3 കഴിഞ്ഞാൽ 1 കൂട്ടിയാൽ എത്രയാണ്? 4. അപ്പം 40 എന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കാം. 37 38 39. 1 കൂട്ടി വരികയാണ് അല്ലേ. 1 39 കഴിഞ്ഞാൽ എത്രയാണ്? 40. ഇനി റൈറ്റ് എ നമ്പർ പാറ്റേൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ പാറ്റേൺ, സംഖ്യാ പാറ്റേൺ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 10 15 20 എഴുതാം. 2 4 6 8 10. അപ്പോൾ പാറ്റേൺ എഴുതുമ്പോൾ കൃത്യമായിട്ടൊരു ഓർഡർ വേണം അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 4, 4ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയാൽ 6, 6ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 8, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ 3ൻ്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 6, 6ൻ്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ കൂട്ടി നോക്കുക 6 7 8 9. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ പാറ്റേൺ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അതും നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ നെയിം കാണാം, ടെൻസ് കാണാം, വൺസ് കാണാം, ടോട്ടൽ കാണാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റയാൻ നോക്കിക്കഴിഞ്ഞാൽ 3 ടെൻസ് ഉണ്ട് അല്ലേ. ഇവിടെ എത്ര ടെൻസ് ആണ്? 1 2 3. 3 ടെൻസ് ചേർന്നാൽ 30 ആണ്. ഇനി ഇവിടെ എത്ര വൺസ് ഉണ്ട്? 2 വൺസ് ആണ്. അപ്പോൾ 30 + 2 എത്രയാണ്? 32 എന്ന് കിട്ടി. 30 + 2 ആണ് 32 എന്ന് പറയുന്നത്. ഇനി അടുത്ത മിഹാലിനാണെങ്കിൽ 1 2 3
4 അല്ലെ 4 ടെൻസ് ഉണ്ട്, അതായത് 40 ഉണ്ട്. 1 2 3 4 4 വൺസ് ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും? 44 എന്ന് കിട്ടും അല്ലേ. 40 + 4 എന്ന് പറഞ്ഞാൽ 44 ആണ്. റിൻസിക്ക് ആണെങ്കിൽ ഒരു 10 ഉള്ളൂ, അപ്പോൾ 10. അപ്പോൾ റിൻസിക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇനി അടുത്ത എത്ര വൺസ് ഉണ്ട്? നമുക്ക് കിട്ടിയിട്ടുള്ള 16 എന്നാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ 10 ഇവിടെ കിട്ടി. ഇനി ബാക്കി എത്ര എഴുതണം? 6. അപ്പോൾ 1 2 3 4 5 6 വൺസ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് കിട്ടി. ഇനി അടുത്ത നോക്കാം. ജാൻവി കുട്ടിക്ക് 20 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ടോട്ടൽ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 20നെ 20 + 0 എന്ന് പറയുന്നത് 20 തന്നെയല്ലേ. അപ്പോൾ നോക്കിക്കേ, 2 ടെൻസ് എഴുതാം അല്ലേ. 2 ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. വൺസ് ഒന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ 2 ടെൻസ് വരച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇനി ദയക്കുട്ടിക്കാണെങ്കിൽ 1 2 3 4 5 6 60 ടെൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6 ടെൻസ് എന്ന് പറയുമ്പോൾ 60 ആയി. ഇനി 67 ആണ് വേണ്ടത്. അപ്പോൾ എത്ര വൺസ് ആയിരിക്കും? 7 വൺസ്. 1 2 3 4 5 6 7 വൺസ്, 7 വൺസ്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 67 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ടെൻസും വൺസും ഒക്കെ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. ഇവിടെ ഓരോ ഐറ്റംസിൻ്റെയും പ്രൈസ് തന്നിട്ടുണ്ട് അല്ലേ. ഓരോ സാധനത്തിൻ്റെയും പൈസ തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ ചീപ്പസ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്? ഇതിൽ ഏറ്റവും വില കുറവ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 30 ആണ്, 20 ആണ്, 15 ആണ്, 50 ആണോ ചെറുത് എന്ന് നോക്കണം. ഇതിൽ ഏതാ മക്കളെ ചെറുത്? 15 ആണ്. അപ്പോൾ സാധനത്തിൻ്റെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്താണ് സാധനം? ബ്രൂം ആണ് അല്ലേ, ചൂലാണ്. അപ്പോൾ ബ്രൂം എന്ന് എഴുതാം. ദെൻ ഹൗ മച്ച് മോർ ഈസ് ദ പ്രൈസ് ഓഫ് ദ മോപ്പ് ദാൻ ദ ലോഷൻ? അപ്പോൾ മോപ്പിന് എത്ര പൈസ ഉണ്ട് നോക്കിക്കേ. മോപ്പിൻ്റെ പൈസ നോക്കിയാൽ 50 രൂപയാണ്. ദെൻ അതുകൂടാതെ തന്നെ നെക്സ്റ്റ് മോപ്പും ലോഷൻ്റെ പൈസ എത്രയാണ്? 30 ആണ് അല്ലേ. അപ്പോൾ 50 30 എന്ന് കിട്ടി. നോക്കിക്കേ, ലോഷൻ്റെ പൈസ 30 ആണ്. 50 രൂപ എന്തിനാണ്? മോപ്പിനാണ്. അപ്പം മോപ്പിന് ലോഷനേക്കാൾ എത്ര പൈസയാണ് കൂടുതലുള്ളത്? അപ്പം 50-ൽ നിന്ന് 30 കുറച്ചാൽ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. സോ 20 rupees ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഫൈൻഡ് ദ പ്രൈസ് ഓഫ് 2 സോപ്പ്. 2 സോപ്പിന് എത്ര പൈസ വരും? അപ്പോൾ ഒരു സോപ്പിന് എത്ര പൈസയാണ്? 20 രൂപയാണ് ഒരു സോപ്പിന്. അപ്പോൾ 2 സോപ്പിനാകുമ്പോൾ 20 + 20. 0-ൻ്റെ കൂടെ 0 കൂട്ടിയാൽ എത്രയാണ് വരിക? 0-ൻ്റെ കൂടെ 0 കൂട്ടിയാൽ 0, 2-ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 4, അപ്പോൾ 40 എന്ന് കിട്ടി. ഇനി 2 soaps were bought and 50 was given. How much rupee will be balance? അതായത് 2 സോപ്പിന് 40 രൂപയാണ്, 50 രൂപ നമ്മൾ കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര പൈസ കിട്ടും? അപ്പോൾ 50 വലിയ സംഖ്യ എഴുതുന്നു. 40 രൂപ സോപ്പിന്. 0-ൽ നിന്ന് 0 കുറച്ചാൽ 0 ആണ്. 5-ൽ നിന്ന് 4 കുറച്ചാൽ 10 ആണ്. അപ്പോൾ ബാക്കി ബാലൻസ് എത്ര വരും? 10 എന്ന് വരും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ 2ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് മിസ്സിന് തോന്നുന്നു. അപ്പോൾ ഇന്നലത്തെ ലൈവിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ഈസി ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. Bye bye.